നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചൈതന്യ ഐ ഹോസ്പിറ്റൽ ഇനി തൃക്കാക്കരയിലും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാനാവുന്ന രീതിയിലുള്ള നേത്രചികിത്സ ലഭ്യമാക്കുന്നതുമാണ് ആദിത്യ ചൈതന്യ ഐ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത. തൃക്കാക്കരയിൽ ആരംഭിച്ച ആദിത്യ ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 12ാമത്തെ ശാഖ തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു. നേത്രപരിചരണ രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കാഴ്ചയുടെ വർണ്ണവൈവിധ്യ ലോകം സമ്മാനിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ നേത്രചികിത്സാ ശൃംഖലയാണ് ചൈതന്യ ഐ ഹോസ്പിറ്റൽ. വൈവിധ്യമാർന്ന സേവനങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും പ്രത്യേക പരിചരണത്തിൽ ആദിത്യ ചൈതന്യ ഐ ഹോസ്പിറ്റൽ ഒരുക്കിയിരിക്കുന്നു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ മികച്ച രീതിയിലുള്ള നേത്രചികിത്സ ലഭ്യമാക്കിയ കേരളത്തിലെ തന്നെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി നേത്രപരിചരണ ശൃംഖലയായ ചൈതന്യയുടെ പുതിയ ശാഖയാണ് തൃക്കാക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. Over the years, we have been able to develop Aditya Eye Hospital into one of the leading eye hospitals in Kochi by adding technology on a regular basis and providing quality eye care at an affordable cost to the people in and around Trikakara area. Patient satisfaction has always been our prime factor, and that is what we strive for. Money was secondary. എറണാകുളം ജില്ലയിൽ പാലാരിവട്ടം, രവിപുരം, തൃപ്പൂണിത്തുറ, തൃക്കാക്കര എന്നിവിടങ്ങളിലായാണ് ചൈതന്യ ഐ ഹോസ്പിറ്റൽ പ്രവർത്തിച്ചു വരുന്നത്. നേത്രപരിചരണത്തിന്റെ എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും സേവനം ആദിത്യ ചൈതന്യയിലൂടെ രോഗികൾക്ക് ലഭിക്കുന്നതാണെന്നും ഏറ്റവും മികച്ച നേത്രപരിചരണം ചൈതന്യയിലൂടെ രോഗികൾക്ക് ഉറപ്പുവരുത്തുമെന്നും ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ആർ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ചൈതന്യയ്ക്ക് 4 ബ്രാഞ്ചസ് ഉണ്ട് കൊച്ചിയിൽ. പാലാരിവട്ടം, രവിപുരം, തൃപ്പൂണിത്തുറ, തൃക്കാക്കര. ആൻഡ് ഇത് ഞങ്ങളുടെ ലേറ്റസ്റ്റ് സംരംഭമാണ്. ചൈതന്യ ഗ്രൂപ്പിൻ്റെ ഒരു ഫിലോസഫി എന്ന് വെച്ചാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ കെയർ അഫോർഡബിൾ പ്രൈസസിൽ. അങ്ങനെ ഞങ്ങളുടെ വളർച്ച കഴിഞ്ഞ 30 വർഷത്തിലുള്ള വളർച്ച ഇപ്പം 12th ഹോസ്പിറ്റലിൽ എൻഡ് ചെയ്തിരിക്കുകയാണ്, കൾമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, എൻഡിങ് അല്ല. അപ്പം ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെയും കാക്കനാട് ഏരിയയിലുള്ള സകല രോഗികൾക്കും ഒരു അത്യാധുനിക രീതിയിലുള്ള ഒരു സേവനം കൊടുക്കാനുള്ള ഒരു അവസരം, ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അത് ഞങ്ങളുടെ ഒരു അഭിമാനമാണ് ഈ തൃക്കാക്കരയിൽ തുടങ്ങാൻ പറ്റിയത്. ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 12ാമത് ആശുപത്രി തൃക്കാക്കര MLA ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു. തൃക്കാക്കരയിൽ ഓരോ സംരംഭങ്ങൾ ഉണ്ടാവുമ്പോഴും എനിക്ക് അതിയായ സന്തോഷമാണ്. നാൾക്ക് നാൾ തൃക്കാക്കര ഏറ്റവും മുന്നിൽ എത്തട്ടെ എന്നുള്ളൊരാഗ്രഹമാണ് എനിക്ക്. ചൈതന്യ ഹോസ്പിറ്റലിൽ ഇപ്പോൾ 12ാമത്തെ ബ്രാഞ്ച് വീടിന്റെ ക്ലിനിക്കിൽ നിന്ന് ഇവിടം വരെ എത്തി എങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ മികവ് നമ്മൾക്ക് അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിന് മറ്റൊരു ആദിത്യ ചൈതന്യ എന്നുള്ള ഒരു പേര് കൂടിയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാത്തിനും ചൈതന്യയാണെങ്കിൽ ഇവിടെ ആദിത്യ ചൈതന്യ, കുറച്ചുകൂടെ സൂര്യന്റെ ഉണർവോട് കൂടിയാണ് ഈ ഹോസ്പിറ്റൽ ഇവിടെ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു സൂര്യന്റെ മികവോടുകൂടി തന്നെ കാണുവാൻ സാധിക്കാത്തവർക്ക് ഏറ്റവും നന്നായിട്ട് ഉപകാരപ്രദമായി തീരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത്. ചടങ്ങിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ രാധാമണി പിള്ള, ആദിത്യ ചൈതന്യ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ഭാസ്കർ, തൃക്കാക്കര വൈസ് ചെയർമാൻ PM യൂനസ്, നൌഷാദ് പള്ളച്ചി, സുനീറ ഫിറോസ്, ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് COO രാജരത്നം എന്നിവർ പങ്കെടുത്തു. നമുക്ക് ആവശ്യമായ രീതിയിലുള്ള നല്ല സാധനങ്ങൾ കിട്ടണമെങ്കിൽ നല്ല നല്ല ഹോസ്പിറ്റലുകൾ വേണം. രോഗികൾ കൂടുതൽ ഉണ്ടാകുമ്പം ഹോസ്പിറ്റലും അതുപോലെ വേണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യം അനുസരിച്ച് നല്ല സാധനങ്ങൾ കൊടുക്കാനും അത് കിട്ടാനും ഉള്ളൊരു സാഹചര്യം, അതാണ് ഇന്ന് നമുക്കിവിടെ അടുത്ത് ചൈതന്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ചൈതന്യം തന്നെ നമ്മുടെ ആ കണ്ണിലൂടെ കാണാൻ, അതിനാണ് നമുക്ക് ഇന്ന് ആ പേരിലൂടെ തന്നെ ഇവിടെ പ്രാവർത്തികമായിരിക്കുകയാണ്. ചൈതന്യ ഹോസ്പിറ്റലിൻ്റെ വിവിധ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസുമായിട്ട് തൃക്കാക്കരയിലും പരിസര പ്രദേശങ്ങളുമായിട്ട് ചൈതന്യ ഐ ഹോസ്പിറ്റൽ ഇതിനോടകം വന്നിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം ഞങ്ങൾ കാണുന്ന കൂടുതലധികം പേഷ്യൻസും ആദിത്യയുടെ സർവീസ് ഓൾറെഡി അനുഭവിച്ചിട്ടുള്ളവരാണ്. ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടും
സുനിൽ സാറിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കാക്കര.